ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, പുറമെ നല്ല ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പമാണ് ഇത്. അപ്പം നമ്മൾ ഇതിൽ ഒരു സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ എന്താണ് ആ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് നമുക്ക് വീഡിയോയിൽ വഴിയേ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പലരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങണ പത്തിരിപ്പൊടിയാണ്. അരിപ്പൊടിയോ ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അരക്കപ്പ് മൈദയുടെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് റവ വേണമെങ്കിൽ വറുത്തതോ വറുക്കാത്തതോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ പൊടി ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഞാനിവിടെ ഒരു 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വന്നാൽ മതി. ഇപ്പോൾ ശർക്കര ഇവിടെ നന്നായിട്ട് എല്ലാ ശർക്കരയും മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊരു സ്ട്രെയിനറിൽ കൂടെ ഈ പൊടിയിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു അര ഭാഗമാണ് ഇപ്പോൾ ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ പൊടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമ്മൾ ശർക്കരപ്പാനി ഇതിലേക്ക് ആ ചൂടോട് കൂടി തന്നെ അരിച്ചൊഴിക്കുകയാണ് കേട്ടോ. ശർക്കരയിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പോവാനാണ് നമ്മൾ സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കണത്. അപ്പം ഞാൻ ഇതിൽ ഒരു 1/4 ഭാഗം മാത്രം ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ആ ശർക്കരപ്പാനി വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ പോരായൊക്കെ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ പൊടി ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിവിടെ ഇരുന്ന് തണുക്കട്ടെ. നന്നായിട്ട് തണുക്കണം. അപ്പോൾ തണുത്ത് വരട്ടെ. നമുക്കൊരു ഫാനിൻ്റെ ചുവട്ടിലൊക്കെ വെച്ചിട്ട് ഇത് തണുക്കാനായിട്ട്. ഇനി ഇവിടെ ഞാനൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. നല്ല ബ്രൗൺ കളറായി വരണ വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പഞ്ചസാരയും കൂടി പൊടിച്ചത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്, മാങ്ങ. അപ്പോൾ മാങ്ങയുടെ ഉണ്ണിയപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മാങ്ങ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിന് ഒരു 1/4 കപ്പ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നാരുകളില്ലാത്ത മാങ്ങ നോക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മൂവാണ്ട മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് ഒരു അരിപ്പയിൽ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യ കാരണം അരിച്ചെടുക്കാൻ നമ്മൾ വലിയ അരിപ്പയുണ്ടല്ലോ, ശർക്കരപ്പാനി ഉരുക്കിയത് ഒഴിച്ച അരിപ്പയുണ്ടല്ലോ, അതിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ അധികം നാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നാരുകളില്ലാത്ത മാങ്ങ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മൂവാണ്ട മാങ്ങ വെച്ചിട്ടൊക്കെ നമുക്കിത് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ മാങ്ങയുടെ പ്യൂരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് വെള്ളത്തിൻ്റെ പോരായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ സാധാ
പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അതൊന്നും ചേർത്തിട്ടില്ല. ഇനി ഞാൻ നമ്മൾ മാങ്ങ പ്യൂരി എടുത്ത പാത്രത്തിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് മാവിലേക്ക് നമ്മൾ ബേക്കിംഗ് സോഡ ഡയറക്റ്റായി ചേർത്ത് കൊടുക്കുമ്പോൾ എല്ലായിടത്തും അത് അലിയാണ്ട് കെടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഉണ്ണിയപ്പം മാവ് എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഈ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മാവൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ഈ മാവ് തണുത്തിട്ടില്ല, ഒന്നും കൂടി തണുത്ത് വരാനുണ്ട്. അപ്പോൾ തണുത്തിട്ട് മാത്രമാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ശരിയാവില്ല, ശരിക്ക് വരില്ല ഉണ്ണിയപ്പം. ഇപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കാണ്ട് നമുക്ക് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ മാവൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് കുറച്ച് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് താല്പര്യമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഉണ്ണിയപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക്, ഞാൻ ഇവിടെ ഒരു ഗ്ലാസ്സിലാണ് മാവ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒഴിക്കാനും ഒക്കെ നല്ല സൗകര്യം ഉണ്ടാവും. അതുകൊണ്ട് ഗ്ലാസ്സിലേക്ക് ഉണ്ണിയപ്പം മാവ് എടുത്തിട്ട് എല്ലാ കുഴികളിലും ഒരു 1/4 ഭാഗത്തോളം മാവ് വരുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കണത്. അപ്പോൾ എനിക്ക് അറിയില്ല എങ്ങനെ ഉണ്ടാവുമെന്ന്. അപ്പോൾ ഇത് പറഞ്ഞ് കേട്ടിട്ടുണ്ട് എല്ലാവരും, ഇതിങ്ങനെ ആയി വരുമ്പോൾ പൊന്തി വരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ പൊന്തി വന്നൊന്നുമില്ല കേട്ടോ. ഇനി എണ്ണ അധികം ഒഴിക്കാണ്ടാണോ അതോ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയുടെ പ്രശ്നമാണോ ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ നന്നായിട്ട് തന്നെ ഉണ്ണിയപ്പം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ആയി വരുന്ന വരയ്ക്കും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ തീയൊരു മീഡിയം ഫ്ലെയിമിൻ്റെ താഴെയായിട്ട് വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല കളറായി വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഉണ്ണിയപ്പത്തിൻ്റെ ഉള്ളു വെന്തോന്ന് അറിയാനായിട്ട് ഒരു സ്ക്യൂയർ വെച്ചിട്ടൊന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ പറ്റിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഉള്ളു വെന്തോ എന്നുള്ളത് അറിയാം കേട്ടോ. വെന്തിട്ടില്ലേ എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഇതായി വരുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ മാവും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യമേ തന്നെ വെളിച്ചെണ്ണ കുറേ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഉണ്ണിയപ്പച്ചട്ടിയിൽ കുറേശ്ശെ എല്ലാ കുഴികളിലും ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഈ മാവ് ഒഴിക്കണ സമയത്ത് ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ പുറത്തേക്കൊക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാകത്തിന് കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു ബാച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണ കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറേശ്ശെ വീണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കൊരു 50 ഉണ്ണിയപ്പമാണ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഉണ്ണിയപ്പ ചട്ടിയുടെ കുഴിയുടെ വലിപ്പത്തിനനുസരിച്ചൊക്കെ എണ്ണത്തിൽ മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. നല്ല പുറമെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഉള്ളിലാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മുടെ ഇപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണാണല്ലോ. അപ്പോൾ മൂവാണ്ട മാങ്ങ വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. പക്ഷേ ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.